റംസാനിലെ 29 നോമ്പുകളും പൂർത്തിയാക്കി ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വ്രതശുദ്ധിയുടെ നിറവിൽ സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം വിളംബരം ചെയ്യുന്ന ദിനമാണ് ചെറിയ പെരുന്നാൾ. വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. അന്നപാനീയങ്ങൾ വെടിഞ്ഞും ആരാധനാകർമ്മങ്ങളിൽ മുഴുകിയും നിരാലംബരെ സഹായിച്ചു നേടിയെടുത്ത ആത്മചൈതന്യത്തിൽ ഇസ്ലാം മത വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. വ്രതശുദ്ധിയുടെ നിറവിൽ സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന ദിനമാണ് ചെറിയ പെരുന്നാൾ. പുതിയ വസ്ത്രങ്ങളണിഞ്ഞും ഈദുൽഗാഹുകളിൽ പങ്കെടുത്തും മധുരം പങ്കിട്ടും സൗഹൃദങ്ങൾ പുതുക്കിയും ബന്ധുക്കളെ സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ കൊണ്ടാടി. ജീവിതയാത്രയിൽ സംഭവിച്ച പാപങ്ങൾ കഴുകിക്കളയാനും സർവശക്തന്റെ പ്രീതി കരസ്ഥമാക്കുവാനും വിശ്വാസികൾ റംസാനിന്റെ പകലിരവുകളിൽ നോമ്പുനോറ്റ് ഹൃദയമുരുകി പ്രാർത്ഥിച്ചു. മനസ്സും ശരീരവും വെണ്മയുള്ളതാക്കി പുത്തൻ ഉണർവോടെ ഓരോ വിശ്വാസിയും റംസാനോട് വിട പറഞ്ഞ് ശവ്വാൽ മാസത്തിലേക്ക് കടക്കുകയും ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയും ചെയ്തു. രാവിലെ 7 മണി മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടത്തി. സാഹോദര്യത്തിന്റെ സന്ദേശം പകർന്ന് പലയിടത്തും സംയുക്തമായാണ് പെരുന്നാൾ നമസ്കാരം നടത്തിയത്. നാടിനെ കാർന്നു തിന്നുന്ന ലഹരിയിൽ നിന്ന് വിശ്വാസി സമൂഹം മാറി നിൽക്കണമെന്ന് പണ്ഡിതർ ചെറിയ പെരുന്നാളിന്റെ സന്ദേശവും ആശംസകളും കൈമാറി വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു. അനുവദിച്ച അവകാശങ്ങൾ പോലും നിഷേധിക്കുവാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പതരാതെ ഉറച്ചു നിൽക്കുവാനുള്ള ആത്മീയമായ കരുത്താർജിച്ചുകൊണ്ടാണ് ഓരോ വിശുദ്ധ റമദാനിലൂടെയും നമ്മൾ കടന്നു പോകുന്നത്. വിശ്വാസത്തിന്റെ കരുത്തിന് മുമ്പിൽ ഏതെല്ലാം ശക്തികൾ എങ്ങനെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചാലും ആ ഉന്മൂലനങ്ങൾ കൊണ്ട് ആർക്കും ഒന്നും നേടാൻ കഴിയുകയില്ല, നശിപ്പിച്ചു തീർക്കുവാൻ കഴിയുകയില്ല എന്നതിന്റെ സാക്ഷ്യപത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആഘോഷങ്ങൾ അതിരുവിടരുതെന്നും പണ്ഡിതരും മതനേതാക്കളും പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഖത്തീബുമാരുടെ ഖുതുബ കൂടി ശ്രവിച്ചാണ് വിശ്വാസികൾ നമസ്കാരത്തിന് ശേഷം മടങ്ങിയത്. സമൂഹത്തിൽ മദ്യം, ലഹരിമരുന്ന് പോലുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ പോരാട്ടം ശക്തമാക്കാനുള്ള മനസ്സുറപ്പോടെയും ആത്മചൈതന്യം നിലനിർത്തി നല്ല നാളേക്കായി പോരാടാനുമുള്ള വാക്കുകൾ ശ്രവിച്ചാണ് വിശ്വാസികളുടെ മടക്കം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.